ഹലോ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നല്ല ചൂട് ബിരിയാണി. ഇതാ ഇത്രയും നല്ല സീനറി നമ്മൾ കോഴിക്കോട് ബീച്ചിനെ കണ്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല ചൂടാറും ബിരിയാണി. ഇത് ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ലഗോൺ ചിക്കൻ ബിരിയാണിയാണെന്ന് പറഞ്ഞ് 1.5 വർഷം കൊണ്ട് കോഴിക്കോട്ടുകാരെ കണ്ണിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയ ഒരു ഷോപ്പിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഷടപടേ ബിരിയാണികൾ തീർന്നുകൊണ്ടിരിക്കുക, ദമ്മുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സീറ്റിംഗ് ആണ്. ഈ കോഴിക്കോട് ബീച്ച് കണ്ട് ചാറ്റൽ മയത്തുള്ള ചൂട് ബിരിയാണി കഴിക്കാറുള്ള രസമല്ലേ. അപ്പം നമ്മൾ ഉള്ളിലും പുറത്തുമായിട്ട് സീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ സെർവിങ് ഒക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്, കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ സെർവ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ 2 ചിക്കൻ പീസാണ്. അത് നമ്മൾ ഏത് ബിരിയാണി ഓർഡർ ചെയ്താലും അവർ ഈ 2 ചിക്കൻ പീസ് കോംപ്ലിമെൻ്ററി ആയി തരും. ഞങ്ങൾ ഇവിടുന്ന് 2 ലഗോൺ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്, കാരണം ഒരു രക്ഷയില്ലായിരുന്നു ചിക്കൻ ബിരിയാണി. 2 പീസ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണിയിൽ. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. പിന്നെ എടുത്ത് പറയേണ്ട ഈ അച്ചാർ, എനിക്ക് ഇവിടുത്തെ അച്ചാർ നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മൾ 1.5 വർഷമായി. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്താണ്? ഇവിടെ ദം ബിരിയാണിയാണ്. അത് ചിക്കനും ഉണ്ട്, ലഗോൺ ചിക്കനാണ്, പിന്നെ ബീഫും, പിന്നെ ഫ്രൈഡ് ചിക്കൻ വരുന്നുണ്ട്, പൊരിച്ച ബിരിയാണി. ഈ ബിരിയാണിന്റെ മുകളിലുള്ള ഈ ചിക്കൻ പീസ് എന്താണ് അതിന്റെ ഒരു ഇത്? അതൊരു കോംപ്ലിമെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് ആദ്യമുള്ള ഒരു കൺസെപ്റ്റ്. ഇവർ ആദ്യമുള്ള കൺസെപ്റ്റിൽ ഇവർ തുടങ്ങുമ്പോൾ തന്നെ ഉള്ളൊരു കൺസെപ്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഈ ചിക്കൻ പീസ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് എല്ലാ തരം ബിരിയാണിയും. ചിക്കൻ പൊരിച്ച ബിരിയാണി, ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും ടേസ്റ്റിലുമാണ്. അപ്പോൾ ഹുസൈൻസ് ബിരിയാണി സെൻ്ററാണ്, എല്ലാവരും വന്ന് കഴിക്കണം. ടേക്ക് അവേ ഒക്കെ ഉണ്ട്, കോഴിക്കോട് ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ.